ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ചെറുപ്പം നിലനിർത്തുക എന്നും യൗവനം നിലനിർത്തുക എന്ന ആശയം നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക നമ്മുടെ സിനിമാ നടൻ മമ്മൂക്കയെ കുറിച്ചാണ്. മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് മരുന്ന് കുടിക്കുന്നത് പോലെയാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് മരുന്ന് കഴിക്കുന്നത് പോലെയാണ്. ഈ പ്രസ്താവനയിൽ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ യൗവനം നിലനിർത്തണമെങ്കിൽ നമ്മളെ ഭക്ഷണം മാനേജ് ചെയ്യേണ്ടതുണ്ട്, എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ചില ഹാബിറ്റുകൾ നിലനിർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഫ്രൂട്ട്സ്, നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സീസണൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ത് ചെയ്യുക, ചെറിയ ബോളാക്കിയിട്ട് ഒരു ദിവസം 2, 3, 4 പ്രാവശ്യമായിട്ട് ഇത് കഴിച്ചാൽ വളരെ നന്നായിരിക്കും. അതുതന്നെ ഇലക്കറികൾ, മുരിങ്ങയില, അതുപോലെ ചീര ഇലകൾ, പിന്നെ നാട്ടിൻപുറങ്ങൾ അവൈലബിൾ ആയിട്ട് മത്തൻ്റെ ഇലകൾ, അതുപോലെ തന്നെ പയറിൻ്റെ ഇലകൾ. ഈ ഇലവർഗത്തിലൊക്കെ നല്ല പ്രോട്ടീൻസും വിറ്റാമിൻസും ഉള്ളത് കൊണ്ട് അത് ശരീരത്തിൻ്റെ സ്കിന്നിന് അനുയോജ്യമായ ഒരുപാട് പ്രോട്ടീൻസ് വിറ്റാമിൻസൊക്കെ ഇലക്കറികളിലുണ്ട്. അതൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കൂടാതെ നട്ട്സ് പല ഐറ്റം നട്ട്സ് നമ്മൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പ്രത്യേകിച്ച് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നാട്ടിൻപുറങ്ങളിൽ തന്നെ നട്ട്സിൻ്റെ കടകളുണ്ട്. അപ്പോൾ നട്ട്സ് വാങ്ങിയിട്ട് വാരി വലിച്ച് കഴിക്കുകയല്ല, ഒരു 5 or 10 നട്ട്സ് ഒരു ദിവസം പല സമയങ്ങളിൽ കഴിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അതുപോലെ തന്നെ മീൻ കഴിക്കുമ്പോൾ ഈ വലിയ വിലയുടെ മീനല്ല ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതുള്ളത് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള മത്തിയിലാണ് കൂടുതൽ ഈ omega-3 ആസിഡ്സുകളൊക്കെ ഉള്ളത് മത്തിയിൽ. അപ്പോൾ മത്തി മാക്സിമം കിട്ടുന്നത്ര നമ്മൾ കഴിക്കാം. അതുപോലെ തന്നെ ആഴ്ചയിൽ 3-4 ദിവസങ്ങളിൽ തൈര് കഴിക്കണമെന്ന് നന്നാവും. ഈ തൈര് നമ്മളെ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസ് സംവിധാനം നിലനിർത്താൻ തൈര് എപ്പോഴും അനുയോജ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളം നല്ലോണം കുടിക്കണം. വെള്ളം ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് ഏകദേശം ഒരു 4 ലിറ്ററോളം വെള്ളം ഒരു ദിവസം കുടിക്കണം എന്നാണ്. വെള്ളം നല്ലോണം കുടിക്കും. വെള്ളം കുടിച്ചാലുള്ള മെച്ചെന്താ ചോദിച്ചാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്തത്തിലേക്കാണ് വെള്ളം നേരിട്ട് കയറും. രക്തത്തിൻ്റെ അളവ് കൂടുകയും ഈ രക്തം കൃത്യമായിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ ഈ രക്തത്തിൻ്റെ അളവ് കൂടുമ്പോൾ കൃത്യമായിട്ട് രക്തം എത്തുകയും കൂടാതെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും വേണ്ട ഊർജം എത്തിക്കുകയും ഈ കോശങ്ങളിൽ നിന്നുള്ള വേസ്റ്റും കാര്യങ്ങളും ഇതിലൂടെ തിരിച്ചെടുക്കാനും പറ്റും. അപ്പോൾ വെള്ളം നല്ലോണം കുടിക്കുന്നത് നമ്മളെ യൗവനം നിലനിർത്താൻ നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ നെല്ലിക്ക എന്താണ്, നമ്മുടെ സ്കിന്നിൻ്റെ നല്ല പ്രവർത്തനത്തിന് വളരെ നല്ലൊരു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ് നെല്ലിക്ക. ഇതൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടുള്ളതാണ് പഞ്ചസാര. ഈ പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം കഴിക്കാതിരിക്കാൻ പറ്റും. ഇതൊരു കൃത്രിമമായിട്ടുള്ള സാധനമാണ്. കൃത്രിമ പഞ്ചസാര നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ ശരീരത്തിൻ്റെ ഷുഗർ ലെവൽ കുറയില്ല. ഷുഗർ ലെവലിൽ ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ, നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഷുഗർ പഞ്ചസാരയിൽ നിന്നല്ല, നമ്മളെ കഴിക്കുന്ന ഭക്ഷണങ്ങളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളിൽ നിന്ന്, ഫ്രൂട്ട്സിനൊക്കെ നമുക്ക് നേരിട്ട് കിട്ടും. ഈ നമ്മൾ കഴിക്കുന്ന ഏറ്റവും വലിയ അപകടം പിടിച്ച ഭക്ഷണമാണ് എന്ത്, പഞ്ചസാര 100% ഒഴിവാക്കുക. അതൊന്നും മനസ്സ് വെച്ചാൽ 1 മാസം ഒരു 2 മാസം കൊണ്ട് ഘട്ടമായിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ കഴിക്കുന്ന ഈ മൈദ തന്നെ ഒഴിവാക്കുക. അതിൽ പ്രത്യേകിച്ച് ഗുണഗണങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ കേരളീയർ പ്രത്യേകിച്ച് നമ്മളെ മലബാർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു വസ്തുവാണ് മൈദയും നമ്മളെപ്പോഴും ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ, ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന സൺഫ്ലവർ ഓയിലിന് അത് ഒറിജിനൽ സൺഫ്ലവറിൻ്റെ ഓയിലല്ല, എന്തൊക്കെയോ കൃത്രിമമായിട്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന വസ്തുക്കളാണ്. ഇത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ സ്കിന്നിനും ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇപ്പം നാട്ടിൻപുറങ്ങളൊക്കെ അവൈലബിൾ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ, അതുപോലെ പാക്കേജ് ഫുഡുകളൊക്കെ, പാക്ക്ഡ് ഫുഡുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഒഴിവാക്കുക. ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേറൊരു സംവിധാനം, ഈ ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണമാണ് ഏറ്റവും അപകടമുള്ള ഭക്ഷണമാവുക. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡൊക്കെ എന്ത് ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ടേസ്റ്റിന് വേണ്ടി പല കെമിക്കൽസിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക, കഴിയുന്നത് ഒഴിവാക്കുക. ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ വലിയൊരു ഹോട്ടലിൽ കയറാൻ ഇടയായി. അപ്പോൾ അതിൽ ആ സമയത്ത് ഞങ്ങൾ ടേബിൾ പങ്കിട്ടത് 2 വിദേശികളായിരുന്നു. അപ്പം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. ഞാൻ സായിപ്പിൻ്റെ ഭക്ഷണം നോക്കി. സായിപ്പ് ചെയ്യുന്നത് കുറച്ച് ചോറ് എടുക്കുന്നുള്ളൂ. ഒരുപാട് പല ഐറ്റത്തിലെ ഇലകൾ അവർ ഡയറക്റ്റ് കഴിക്കുന്ന ഇലകൾ ഹോട്ടലിൽ അവൈലബിൾ ആയിരുന്നു, അത് എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സാണ് കഴിക്കുന്നത്. നമ്മളാണെങ്കിൽ നമ്മൾ ഒരുപാട് ചോറും കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ഇലകൾ നമ്മൾ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ഈ വാരി കഴിക്കുന്ന സ്വഭാവം ഒഴിവാക്കുക. പിന്നെന്ത് ചെയ്യാന്നോ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സന്തോഷം കണ്ടെത്തുക.
ഈ സന്തോഷം കണ്ടെത്തുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് യൗവനം നിലനിർത്തും. ജീവിതമാണ് പല പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാം. എന്താണെങ്കിലും എന്തിലും സന്തോഷം കണ്ടെത്തുക. അങ്ങനെ അതൊരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്നും നമ്മളെ യൗവനം നിലനിർത്താൻ കഴിയും. പിന്നെ നല്ലോണം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം മതിയാവുന്നത് വരെ ഉറങ്ങും. ഒരു മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നമുക്ക് ആ യൗവനം നിലനിർത്താൻ നമുക്ക് കഴിയും. കൂടാതെ ഒരു ദിവസം അരമണിക്കൂർ വ്യായാമം ചെയ്യണം. വ്യായാമം കൃത്യമായിട്ട് ചെയ്യുക. വ്യായാമം ചെയ്താൽ നമുക്ക് ആ എനർജി ഇങ്ങനെ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ്, നമ്മൾ മനസ്സിനോട് പറയണം എനിക്ക് പ്രായമായിട്ടില്ല എന്ന് മനസ്സിനോട് പറയുമ്പോൾ കുറച്ച് ദിവസം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും നമുക്ക് പ്രായമായിട്ടില്ല തോന്നും. നമ്മളെ മനസ്സ് പ്രായമായിട്ടില്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പ്രതികരിക്കും. ഇനി നാളെ മറ്റൊരു വിഷയമായി നമുക്ക് കാണാം. ഈ വിഷയത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും താഴെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.